റിച്ച് ആളാണെന്നാ പറയുന്നത്. നിങ്ങളെ കണ്ടതിൽ ഏറ്റവും സന്തോഷമുണ്ടെന്ന്. അപ്പൊ എന്നാണ് പറയുന്നത്, നിങ്ങളെല്ലാം നല്ല സുന്ദരമായ സുന്ദരികളുമാണ്. ഞാൻ സുധാനിയത്. നിങ്ങളെല്ലാം നല്ല വിശ്വാസികളാണ്. നിങ്ങളൊരു പള്ളിക്കാരാണോ പറയുന്നത്? അച്ഛനോട്ടാ ചോദിക്കുന്നത്. യാത്രിക്കാൻ പറയുന്ന മലയാളമായിട്ട് മനസ്സിലാക്കി പറയുന്നതിനെ അച്ഛനെ കണ്ടത് വലിയ സന്തോഷമുണ്ടെന്നോ. നിങ്ങളെല്ലാവരും കണ്ടത് സന്തോഷമാണെന്നാ പറയുന്നത്. എനിക്ക് ഒരു പിരിവിന് വന്നാണ്ട് വണ്ടി നിർത്തുന്ന ഞാൻ പറഞ്ഞു അങ്ങനെ ചോദിക്കല്ല, ഞങ്ങളുടെ പള്ളിയുടെ കാണത്തില്ല. കുഴപ്പമില്ല, ഞാൻ വേറൊരു പള്ളിയിൽ പോകാവുന്ന എല്ലാ പള്ളികളും പണിയുക. അവിടെ പൈസ ഇല്ലാതിരിക്കുക. ഞാൻ സുഡാനിലോട്ട് പൊക്കോളാം. അതുകൊണ്ട് അടുത്ത പേര് വരാം. അടുത്ത വർഷം അയ്യോ 2025 വരാമല്ലോ. ഈ സുഡാനിക്ക് ആപ്പോണ്ട് അറിയാവുന്ന അലൂമിനിയം കലം. വലിയ റിച്ച് ആണെന്നാ പറഞ്ഞത്. ഫോർ സ്റ്റാൻഡേർഡ് എന്നാ പറയുന്നത്. പോയോണ്ട് എനിക്കറിയാം ഭാഷ. എനിക്ക് നല്ല ഭക്ഷണം തരണമെന്ന്. നിങ്ങളെല്ലാം കണ്ടത് വലിയ സന്തോഷമാണ്. ഞാൻ നാളെ അങ്ങ് പോവും. ഇപ്പൊ ധൃതിയായി പോവാണെന്ന്. താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി. ഞങ്ങളൊരു കൂട്ടായിരുന്നു. കൂട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങള് നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. വീട്ടില് സണ്ണിച്ചാൻ രാവിലെ ബാങ്കിൽ പോവും, അമ്മച്ചി സ്കൂളിൽ പോവും, അപ്പച്ചന് സ്കൂളിൽ പോവും. അപ്പൊ ഞാൻ സിനിമയൊന്നും അങ്ങനെ കണ്ടിട്ടുള്ളതല്ല. സ്കൂളിൽ പഠിപ്പിക്കാൻ പോവും. അപ്പൊ ഞങ്ങളൊരു പ്ലാൻ ചെയ്തു, നമുക്കൊരു ദിവസം സിനിമ കാണാൻ പോകണം. അതിനൊരു ബാക്ക്ഗ്രൗണ്ട് പറയാം. ആന്റി വളരെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ച 18 വയസ്സ്. ചെറുപ്പത്തിൽ കല്യാണം കഴിച്ച ബേബി ആയിരുന്നു. എത്ര വയസ്സായിരുന്നു? 19 ഉള്ള. ചാച്ചനും അമ്മച്ചി അമേരിക്ക വരിക. അപ്പൊ എന്നെയും കെട്ടിച്ചു വിട്ടു. എന്നിട്ട് അയ്യോ ശരിയാ, മറ്റേക്ക് കേട്ടോ നിങ്ങൾ? അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് എന്നെ ഒന്ന് സിനിമ കാണിക്കണം. ഞാൻ മാത്രം. അപ്പൊ ഞാൻ അങ്ങനെ സിനിമ സ്കൂളിൽ നിങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ളൂ. അപ്പൊ സെന്നിയൊക്കെ പറഞ്ഞു കൊണ്ടപ്പോ മൂത്തായിട്ട് ഞാനുണ്ട്, സെന്നിയുണ്ട്, അതിന്റെ ഇല ഇപ്പൊ ഷേർലി ഉണ്ട്. ഞങ്ങൾ പൈസയൊക്കെ ഉണ്ടാക്കി. അല്ല താത്തൂർ ഷേർലി. ഞങ്ങളൊരു ദിവസം പോകാൻ കാണിച്ചുണ്ട്. അമ്മച്ചി സ്കൂളിൽ പോയി ട്രഷറി പോവും. അമ്മച്ചി ഹെഡ് ബിസിനസ് അല്ലേ, ബില്ല് വാങ്ങാൻ വൈകിട്ട് വരത്തേ ഉള്ള തോർത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഞങ്ങള് പോകാനായിട്ട് എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ട് എനിക്ക് 2 പേർക്ക് വണ്ണമുള്ളതുകൊണ്ടാ. അന്നേരം ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ഇച്ചിരി അങ്ങോട്ട് പോയിട്ട് ബസ് കയറാൻ നിൽക്കുമ്പോള് ഒരു വീടിന്റെ അവിടെ നിന്ന് ഒരു ശബ്ദം കേൾക്കാം. ആ പോകുന്ന കുട്ടികൾ അവിടെ നിൽക്കാൻ. ഞങ്ങളുടെ അമ്മച്ചിയായിരുന്നു അത്. അന്ന് ട്രഷറിക്ക് അവധിയോ ബില്ല് വാങ്ങാൻ പറ്റിയില്ല. അപ്പൊ ഞാനല്ലേ കൊണ്ടുപോന്നേ. ഞാൻ പറഞ്ഞു സെന്റ് കുറച്ച് അമ്മച്ചി കണ്ടു. അപ്പൊ അമ്മച്ചി ചോദിച്ചു എവിടെ പോവാ? അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് അറിയാമോ? എന്നും നിൽക്കുന്ന സ്റ്റോപ്പിൽ ബസ് കയറാതെ വേറെ അടുത്ത വീടിന്റെ അമ്മച്ചി കള്ളക്കളി. അങ്ങനെ അപ്പൊ ഞങ്ങള് പറഞ്ഞു അമ്മച്ചി, ഞാൻ പറഞ്ഞു ഇവര് കരച്ചു, ഇവര് സിനിമയ്ക്ക് കണ്ടവാറ്റി
പിള്ളേർക്ക് വലിയ സന്തോഷമായി. ഞാൻ ഏറ്റു കൊണ്ടുവരിക കറിയച്ചാട്ട് ഒരു സ്ഥലത്താണ്. ഞങ്ങൾ ബസ്സിൽ കയറിപ്പോയി. അവിടുത്തെ സിനിമ അപ്പൊ ലൈറ്റൊക്കെ അടച്ച് വേറെ രീതിയാ, കസേരയൊക്കെ നിലത്ത്. അവിടെ ബാൽക്കണി ഒരു കയ്യാലയുടെ പുറത്ത് ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു പണ്ടത്തെ കാലത്ത്. പഴയ അങ്ങനെയാണല്ലോ, തട്ടുകെട്ടാണ് തിയേറ്റർ. അങ്ങനെ ഞങ്ങളിങ്ങനെ രാത്രി ഞങ്ങള് വിട്ടിരുന്നു. സെന്നി അവിടെ കണ്ടിരുന്നു. മുമ്പിലൊന്നും ആൾക്കാരില്ല. അതാണ് ഞങ്ങള് മാറ്റിട്ട് മുമ്പിലൊരു സംഭവത്തിനാ പോകുന്നത്. ഇവര് വരുന്നതിന് മുമ്പേ വീട്ടിൽ പോകണം. ഇപ്പൊ സണ്ണിക്കാൻ അറിയല്ലേ, അമ്മച്ചി അറിയല്ലേ, അപ്പച്ചനും അറിയല്ലേ, എല്ലാരും അറിയും. അപ്പൊ ഇങ്ങനെ കസേര ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഞങ്ങൾ ഈ കഴിക്കാൻ ഒരു മുട്ടായിയോ കപ്പലണ്ടിയോ മേടിച്ച് പോക്കറ്റിലൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്നെ ഇവർക്ക് കാര്യമാ, പിള്ളേരെ പോലെ കരുതിയത്. സെന്നി ഇവിടെ ഇരുന്നു. സെന്നി ഇവിടെ ഇരുന്നു, ഞാൻ ഇവിടെ ഇരുന്നു. സെന്നി ഉറങ്ങി എന്നൊന്നും അറിയത്തില്ല. ഒരു കസേര ചവിട്ടി, മോലെ കസേര ചവിട്ടി, സ്റ്റെപ്പ് കയറി അങ്ങോട്ടങ്ങ് പോയി. ഇരുട്ടും. അന്ന് നമ്മുടെ ലൈറ്റ് ഒന്നും ഇല്ലല്ലോ, ഫോണില്ല. അപ്പൊ നാത്തു ഷേർലി പറഞ്ഞത് സെന്നി പോയി, സെന്നി പോയെന്ന്. ഇത് കണ്ടിട്ട് സെന്നി ഔട്ട് ഞാനുണ്ട്. അതെ, അതെന്നാന്ന് വെച്ചാൽ ഒരു സ്റ്റണ്ട് സീൻ വന്നതാണ്. എന്റെ കാല് ശരിക്കും ആ സ്റ്റണ്ടിലൊക്കെ പോയി. ഈ തട്ടുകെട്ടാണല്ലോ താഴോട്ട് ഇരിക്കുന്നത്. അപ്പൊ ഈ കസേര മറിഞ്ഞിട്ട് ഞാൻ ഒരു 3 റോഡ് താഴെ പോയി. നല്ല സിറ്റുവേഷൻ ആയിരുന്നു. എനിവേ ഓടി വന്നു ഞാൻ. താങ്ക് യു. കണ്ടു വീട്ടിലെ അമ്മച്ചി ഞങ്ങളെ ഒന്നും പറഞ്ഞില്ല, വഴക്ക് പറഞ്ഞില്ല. പക്ഷെ എനിക്ക് പേടി സണ്ണിച്ചാനോട് പറയുമെന്നാ. അമ്മച്ചി പറഞ്ഞില്ല, പിന്നെ അറിഞ്ഞു. ഞാൻ പറഞ്ഞ എന്നെ കൊണ്ടുപോകാത്തോണ്ട് ഇവരുടെ കൂടെ പോയതാന്ന് പറഞ്ഞു. താങ്ക് യു അമ്മ. താങ്ക് യു ഫോർ യു.